പ്രധാനമന്ത്രി നരേന്ദ്രമോദി അങ്ങനെ ആവശ്യമില്ലാതെ എല്ലാ സംസ്ഥാനങ്ങളിലെയും മുഖ്യമന്ത്രിമാരുമായിട്ട് ഒരു കോൺഫറൻസ് യോഗമൊന്നും വിളിച്ചു ചേർക്കാറില്ല. നേരത്തെ രാജ്യത്ത് കോവിഡ് വ്യാപകമായി തന്നെ പടർന്നു പിടിച്ച ഒരു സാഹചര്യം ഉണ്ടായപ്പോഴാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി എല്ലാ സംസ്ഥാനങ്ങളിലെയും മുഖ്യമന്ത്രിമാരുമായിട്ട് ഒരു കോൺഫറൻസ് യോഗമൊക്കെ നടത്തിയത്. നിലവിൽ ഇറാനും അമേരിക്കയും തമ്മിലുള്ള ഒരു യുദ്ധം നീണ്ടു നിൽക്കുന്ന പശ്ചാത്തലത്തിൽ അത് എപ്പോ അവസാനിക്കുമെന്ന് ആർക്കും ഒരു നിശ്ചയമില്ല. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇറാനിലെ പ്രസിഡന്റുമായിട്ടൊക്കെ ഫോണിൽ ആശയവിനിമയം നടത്തുന്നുണ്ട്. യുദ്ധം എല്ലാ കാലത്തേക്കും ഒന്ന് നിർത്തിവെക്കാനായിട്ട് ഉള്ള ഒരു മോദിയും ഇറാനുമായിട്ട് ഒരു ആശയവിനിമയമൊക്കെ നടക്കുന്നുണ്ട്. അത് ആ മുറയ്ക്ക് തന്നെ വിദേശകാര്യ മന്ത്രാലയവും അതോടൊപ്പം തന്നെ വിദേശകാര്യമന്ത്രി ജയശങ്കറും ഇറാനുമായിട്ടൊക്കെ ഒരു സംസാരം അല്ലെങ്കിൽ ആശയവിനിമയത്തിലേക്ക് കാര്യങ്ങൾ എത്തുന്നുണ്ട്. നിലവിൽ എന്തെങ്കിലും ഒരു സംഭവം ഉണ്ടായാൽ നമ്മൾ അതിനെ തരണം ചെയ്യണം, അല്ലെങ്കിൽ അതിനെ മറികടക്കണം എന്നുള്ള പല പദ്ധതികളുമായിട്ടാണ് ഇന്ന് നരേന്ദ്രമോദി എല്ലാ മന്ത്രിമാരുമായിട്ട്, അതായത് എല്ലാ സംസ്ഥാനങ്ങളിലെയും മുഖ്യമന്ത്രിയുമായിട്ട് ഒരു കോൺഫറൻസ് യോഗം വിളിച്ചു ചേർത്തിട്ടുള്ളത്. പശ്ചിമേഷ്യൻ സംഘർഷത്തിൽ മുഖ്യമന്ത്രിമാരുടെ യോഗം വിളിച്ചിരിക്കുകയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഇറാനും ഇസ്രയേലും തമ്മിലുള്ള യുദ്ധം അതിരൂക്ഷമാകുന്ന സാഹചര്യത്തിൽ രാജ്യത്തെ സുരക്ഷാ സജ്ജീകരണങ്ങളും സാമ്പത്തിക ആഹ്ലാദങ്ങളും വിലയിരുത്തുന്നതിനായാണ് മുഖ്യമന്ത്രിമാരുടെ പ്രത്യേക യോഗം വിളിച്ചിരിക്കുന്നത്. ഇന്നലെ ഇതേ വിഷയത്തിൽ പാർലമെന്റിലെ സർവകക്ഷി യോഗവും പ്രധാനമന്ത്രിയുടെ നേതൃത്വത്തിൽ നടന്നിരുന്നു. പ്രവാസികൾ കൂടുതലുള്ള കേരളം, തമിഴ്നാട്, കർണാടക തുടങ്ങിയ സംസ്ഥാനങ്ങളിലെ മുഖ്യമന്ത്രിമാരുമായി പ്രധാനമന്ത്രി പ്രത്യേക ചർച്ചകളാണ് നടത്തിയത്. യുദ്ധം ദീർഘകാലം നീണ്ടു നിൽക്കുകയാണെങ്കിൽ ഇന്ത്യയിൽ ഉണ്ടാകാൻ സാധ്യതയുള്ള പ്രത്യാഘാതങ്ങൾ നേരിടാൻ സംസ്ഥാനങ്ങളെ സജ്ജമാക്കുകയാണ് യോഗത്തിന്റെ പ്രധാന ലക്ഷ്യം. സംസ്ഥാനങ്ങളിൽ ആവശ്യ സാധനങ്ങളുടെ വില നിയന്ത്രിക്കാനുള്ള നടപടികൾ, വിദേശത്തു നിന്നും മടങ്ങി വരുന്ന പ്രവാസികൾക്ക് ആവശ്യമായ പുനരധിവാസ പദ്ധതികളും തൊഴിൽ സൗകര്യങ്ങളും മുൻകൂട്ടി പ്ലാൻ ചെയ്യുക, ഇന്ത്യയിലെ തന്ത്രപ്രധാനമായ ഡിജിറ്റൽ സംവിധാനങ്ങൾക്ക് നേരെ ഉണ്ടാകാൻ സാധ്യതയുള്ള സൈബർ ആക്രമണങ്ങൾ പ്രതിരോധിക്കുക എന്നീ വിഷയങ്ങളിലും പ്രധാന ചർച്ചകൾ നടക്കും. ഗൾഫ് മേഖലയിൽ ഏറ്റവും കൂടുതൽ പ്രവാസികളുള്ള സംസ്ഥാനം എന്ന നിലയിൽ കേരളത്തിന് ഈ യോഗം അത്യന്താപേക്ഷിതമാണ്. ഭാരതം സമാധാനത്തിന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിലും നമ്മുടെ പൗരന്മാരുടെ സുരക്ഷയ്ക്കും രാജ്യത്തിന്റെ സാമ്പത്തിക ഭദ്രതയ്ക്കും മുൻഗണന നൽകും. എല്ലാ സംസ്ഥാനങ്ങളും ഒത്തൊരുമിച്ച് ഈ പ്രതിസന്ധിയെ നേരിടണം എന്നാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി സൂചിപ്പിക്കുന്നത്. കാരണം പ്രവാസികളാണ്, അതായത് കേരളത്തെയും തമിഴ്നാട്ടിലെയും ഒക്കെ വെച്ച് നോക്കുമ്പോൾ ഏറ്റവും കൂടുതൽ ആളുകൾ ഗൾഫ് മേഖലയിലടക്കം ജോലി ചെയ്യുന്നുണ്ട്, പാശ്ചാത്യ രാജ്യങ്ങളടക്കം ജോലി ചെയ്യുന്നുണ്ട്. യുദ്ധം എന്തെങ്കിലും ഉണ്ടായാൽ അവരുടെ ജോലി നഷ്ടപ്പെടാനുള്ള സാധ്യത ഉണ്ടാവും. അവരോട് പെട്ടെന്ന് തന്നെ അവരുടെ നാടുകളിലേക്ക് തിരിച്ചു പോകാൻ അതാത് എംബസികൾ അല്ലെങ്കിൽ അതാത് സർക്കാർ തന്നെ ഒരു നിർദ്ദേശം നൽകും. അങ്ങനെ വന്നു കഴിഞ്ഞാൽ അവർക്ക് ജോലി നഷ്ടപ്പെടാനുള്ള ഒരു സാധ്യതയുണ്ട്. അങ്ങനെ സംഭവിച്ചു കഴിഞ്ഞാൽ സർക്കാർ അതിനു വേണ്ടിയുള്ള എല്ലാ തയ്യാറെടുപ്പുകളും എടുക്കണം, മുൻകരുതലുകൾ എടുക്കണം. പ്രവാസികൾക്ക് യാതൊരു തരത്തിലുമുള്ള ഒരു പ്രശ്നം ഉണ്ടാകാൻ പാടില്ല. ജോലി നഷ്ടപ്പെട്ടു വരുന്ന പ്രവാസികൾക്ക് സർക്കാർ തന്നെ ഏതെങ്കിലും തരത്തിലുള്ള ജോലി ഒരുക്കി കൊടുക്കുക വേണം. അല്ലെങ്കിൽ അതിന് വേണ്ടിയുള്ള ബദൽ മാർഗം എന്ന നിലയിൽ അവർക്ക് പലിശയില്ലാത്ത തരത്തിൽ എന്തെങ്കിലും ലോണോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ പണം സജ്ജീകരിച്ചു കൊടുക്കാനുള്ള സംവിധാനങ്ങളൊക്കെ ചെയ്യണമെന്നാണ് മോദി പറയുന്നത്.